അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ശ്രദ്ധയിൽപ്പെട്ട ഒരു വളരെ ഗൗരവമേറിയ ഒരു വീഡിയോ. അധ്യാപകന്റെ നേരെ വിരൽ ചൂണ്ടി മുഖത്തോട് നോക്കിയിട്ട് വധഭീഷണി മുഴക്കുന്ന ഒരു വിദ്യാർത്ഥി, +2കാരനായ വിദ്യാർത്ഥിയാണെന്നാണ്. ആ വിദ്യാർത്ഥിയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഇന്ന് അധ്യാപകന്മാർ പലരും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പേടിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുക. പലരും നിഷ്കളങ്കന്മാരായ അധ്യാപകർ, പലരും വളരെ ലോലമനസ്കരായ അധ്യാപകരുണ്ടാകും. അവർ ഭയപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പഠിപ്പിക്കുകയും വേണം, എന്നാൽ കുട്ടികളെ അടക്കി ഇരുത്താനും പറ്റില്ല. കുട്ടികളോട് ഒന്ന് ശാസിച്ചാൽ അപ്പോഴേക്കും നിയമത്തിന്റെ കുരുക്കുകൾ അധ്യാപകന് നേരെ വിരൽ ചൂണ്ടുകയാണ്. അതോടൊപ്പം തന്നെ കുട്ടിയെ ഒന്ന് ശാസിച്ചാൽ അപ്പോഴേക്ക് തുടങ്ങി ഈ നിയമത്തിന്റെ കുരുക്കുകൾ. എന്തുകൊണ്ടാണ് ഇത്തരം നിയമങ്ങൾ ഇവിടെ പ്രാബല്യത്തിൽ വരുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ വിദ്യാർത്ഥികൾ ഈ രൂപത്തിൽ പെരുമാറുന്നത്? ഇവിടെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ തത്വങ്ങൾ നാം ശ്രദ്ധിക്കപ്പെടുന്നത്. ഈ വിദ്യാർത്ഥിയെ സ്വാധീനിച്ചത് തീർച്ചയായും നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇത്തരം വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നു? ഈ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യുക്തിവാദത്തിന്റെയും ലിബറലിസത്തിന്റെയും പ്രൊഡക്റ്റുകളാണ് ഇത്തരം ചെറുപ്പക്കാർ. സത്യത്തിൽ ആ ചെറുപ്പക്കാർ ചിലപ്പോൾ ഒരു പക്ഷേ നിരപരാധികളായിരിക്കും. ആ ചെറുപ്പക്കാരൻ ഒരു പക്ഷേ ചിലപ്പോൾ എന്തിനെങ്കിലും അടിമപ്പെട്ടിട്ടുണ്ടോ അറിയില്ല. നമ്മൾ അങ്ങനെ അവന് അറിയാതെ നമ്മളത് പറയുന്നില്ല. പക്ഷേ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ എന്തുമാകാം, എന്നെ നിയന്ത്രിക്കാൻ പാടില്ല. ഒരു നിയന്ത്രണത്തിന്റെ ഒരു വിലക്കുകൾക്കുള്ളിലും നിങ്ങൾ കഴിയേണ്ടതില്ല. നിങ്ങൾ ഒരാളുടെയും ശാസനകൾക്ക് വിധേയമാകേണ്ടത്, ഒരാളുടെ ഉപദേശം നിങ്ങൾ കേൾക്കേണ്ടതില്ല എന്ന് ഈ പുതിയ തലമുറയെ പറഞ്ഞ് പഠിപ്പിച്ചതിന്റെ ഫലമാണിത്. നിങ്ങൾ മതത്തിന്റെ നിയമങ്ങളും നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. അതുപോലെ തന്നെ മറ്റു അധ്യാപകന്മാരുടെ ഒരു നിയമത്തിന്റെ അതിർവരമ്പുകളെ നിങ്ങൾ ഭേദിച്ചു കൊള്ളുക, അതിന് നിങ്ങൾ യാതൊരു വിലയും കൽപ്പിക്കേണ്ടതില്ല എന്ന് ഇവിടെ പച്ചയായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന, തോന്നിയതുപോലെ ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ലിബറലിസത്തിന്റെ ഫലമാണ് ഇത്തരം വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നത്. എന്തുകൊണ്ട് ഇതൊക്കെ ഇവിടെ വളർത്തുന്ന ഈ ലിബറലിസത്തിന് വിത്തുപാകുന്ന ഇത്തരം ആളുകൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇന്ന് നമ്മൾ ഇതിന് വിത്തുപാകിയാൽ നാളെ ഇതേ വിരലുകൾ നമുക്കെതിരെ തിരിഞ്ഞ് നമ്മളൊരു മാതാപിതാക്കളാകുന്ന കാലത്ത്, നമ്മളൊരു അധ്യാപകനാകുന്ന കാലത്ത്, വേണ്ട നമ്മളൊരു പ്രായം കുറച്ചങ്ങ് കൂടുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും, നമ്മളെ ഇതെല്ലാം തിരിഞ്ഞ് കൊത്തും എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇവർ ചിന്തിക്കാത്തത്? യുക്തിവാദികളും ലിബറലിസ്റ്റ് ചിന്താഗതിക്കാരും ഈ സമൂഹത്തെ, വിദ്യാർത്ഥി സമൂഹത്തെ നിങ്ങൾ മൈ ലൈഫ് ഈസ് മൈ റൂൾ, അല്ലെങ്കിൽ മൈ ലൈഫ് ഈസ് മൈ ലിബർട്ടി എന്നൊക്കെ പറഞ്ഞ് വളരെ കേൾക്കാൻ വളരെ സൗന്ദര്യമുള്ള വാചകങ്ങളും മുദ്രാവാക്യങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ട് യുവത അറിയാതെ അവർ എവിടേക്കോ എത്തിച്ചുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ട്? പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു, ഒരു അധ്യാപകൻ, ആ അധ്യാപകന് ഏറെ പ്രസക്തിയുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ. മാതാപിതാ ഗുരുദൈവം എന്ന് നമുക്ക് എപ്പോഴും അറിയുന്നതുമാണ്. ഇവിടെയാണ് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു സംഭവം കാണാം. ഷാഫി ഇമാം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ രാജാധികാരികൾ, ഭരണാധികാരികൾ വന്നാൽ പോലും എണീറ്റ് നിൽക്കാത്ത ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ക്ലാസ് എടുക്കുമ്പോൾ അരികിലൂടെ ഒരാൾ നടന്നു പോയപ്പോൾ എഴുന്നേറ്റ് നിന്നു. അപ്പൊ ഇദ്ദേഹം എനിക്കൊരു അറിവ് പകർന്നു തന്ന എന്റെ അധ്യാപകനാണ്. എന്തറിവാണ് ഉസ്താദെ പറഞ്ഞു തന്നത്? അപ്പോൾ പറയുകയാണ്, എനിക്ക് നായ നിന്ന് മൂത്രം വഹിക്കുന്നതിന്റെ കാരണം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ചോദിച്ചത് ഇദ്ദേഹത്തോട്, ചോദിച്ച് പഠിച്ചത് ഇദ്ദേഹത്തോടാണ്. അപ്പോ ഇദ്ദേഹം എന്റെ ഒരു അധ്യാപകനാണ്, ഇദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കണമെന്ന് ലോകം കണ്ട വലിയ ആത്മീയ ഗുരുവര്യർ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവർ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ശിഷ്യന്മാർ അത്ഭുതത്തോടെയാണ് ആ സംഭവത്തെ നോക്കിക്കണ്ടത്. ഇതുപോലെ തന്നെ അധ്യാപകന്മാരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഇസ്ലാമിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ഇസ്ലാമിക പണ്ഡിതന്മാരായ, ഉന്നതന്മാരായ ചിലർ അവരുടെ വാക്കുകളിൽ കാണാം, ഞാൻ എൻ്റെ അധ്യാപകന്റെ മുന്നിൽ ഒരു അടിമയുടെ പോലെയാണ്, ഒരു അടിമയെ പോലെയാണ് എൻ്റെ മനസ്സ്. ആ അധ്യാപകൻ എന്നോട് എന്ത് കൽപ്പിച്ചാലും ഞാനത് ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞാൽ തോന്നിവാസം എന്നല്ല അതിനർത്ഥം. ചിലർ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് എൻ്റെ അധ്യാപകനോട് അത്രമാത്രം ഞാൻ കടപ്പെട്ടിരിക്കുന്നു, എനിക്ക് അറിവ് പകർന്നു തന്നെ എൻ്റെ അധ്യാപകനോട് ഞാൻ അത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് പകർന്നു തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന അധ്യാപകന്റെ മുന്നിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശിഷ്യന്മാരായ ജനങ്ങൾ നിൽക്കുന്നതിനെ പറ്റി ഹദീസുകളിലൊക്കെ കാണാവുന്നത് എന്താണ്? അവരുടെ തലക്ക് മുകളിലേക്ക്, അല്ലെങ്കിൽ അവരുടെ തോളിലേക്ക് ഒരു പക്ഷിക്കുഞ്ഞ് വന്നിരിക്കാൻ പാകത്തിന് നിശ്ചലരായി, ഇത് അനങ്ങാത്ത ഒരു വസ്തു, ജീവനില്ലാത്ത ഒരു വസ്തുവിനെ പോലെ അനങ്ങാതെ വളരെ ശ്രദ്ധ കൂർപ്പിച്ച് അധ്യാപകനിലേക്ക് ശ്രദ്ധ കൂർപ്പിച്ചിരിക്കുകയും ആ അധ്യാപകനെ വളരെയധികം ആദരവ് ബഹുമാനത്തോടെ അധ്യാപകന്റെ സംസാരത്തിന് വേണ്ടി അധ്യാപകനായ നബി തങ്ങളുടെ വായ തുറന്നാൽ, സംസാരിക്കാൻ തുടങ്ങിയാൽ ആ സദസ്സ് ഒന്നടങ്കം നിശബ്ദമാവുകയും ചെയ്യുന്ന രീതിയാണ് പ്രവാചക ശിഷ്യന്മാരുടെ രീതി. അത് ഇസ്ലാം പഠിപ്പിച്ച രീതിയാണ്. അതാണ് ഇന്നും മുസ്ലിം സമുദായം പലപ്പോഴും ഇത് സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല, ഇത് സ്വീകരിക്കാൻ വേണ്ടി സമൂഹത്തെ, വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത് പഠിപ്പിച്ചു കൊടുത്ത നമ്മുടെ മക്കൾ ഇത്തരം ലിബറലിസ്റ്റുകളുടെ കെണിയിലകപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇത്തരം യുക്തിവാദികളുടെയൊക്കെ ഇത്തരം പ്രചരണങ്ങളുടെയൊക്കെ ഫലമായിട്ട് അവരുടെ തന്ത്രപരമായ പല പ്രചരണങ്ങളുടെയും സിനിമകളിലൂടെ യുക്തിവാദവും അതുപോലെ ലിബറലിസവും കുത്തിക്കയറ്റ് ജനങ്ങളിലേക്ക് ഇൻജക്ട് ചെയ്യുന്ന ഈ ഒരു പ്രവണതയുടെയൊക്കെ ഫലമായിട്ടാണ്
ഇന്ന് ഇത്തരം പ്രവണതകളും ഇത്തരം കാഴ്ചകൾ വളരെ സങ്കടത്തോടുകൂടി നമ്മൾ കാണേണ്ടി വരുന്നത്. സിനിമകളുടെയൊക്കെ കഥ പറയുമ്പോൾ വളരെ സങ്കടകരമാണ്. ഒരു ഹീറോയെ കാണിക്കാൻ വേണ്ടി ഇതിൽ നടക്കുന്നത് എന്താണ്? ഒരു ഹീറോയെ കാണിക്കാൻ വേണ്ടി കുറെ തിന്മകൾ ചെയ്യുന്നത് ആദ്യം കാണിക്കണം. കുറെ തിന്മകൾ, ക്രൂരമായ കുറെ തിന്മകൾ ചെയ്യുന്നത് മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണിക്കുകയാണ്. എന്നിട്ട് ആ തിന്മയെ അടിച്ചമർത്തുന്ന ഒരാൾ, എന്ത് ഫലമാണ് ഇതുകൊണ്ടുള്ളത്? കുറെ തിന്മ ചെയ്യുന്നത് കാണിച്ചിട്ട് ഈ കാണുന്ന യുവത ഈ തിന്മകൾ ചെയ്യുന്നതിന് ഫോളോ ചെയ്യുകയാണ്. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ വളരെ സങ്കടകരമാണ്. ഇതൊക്കെ തീർത്ത് പറയാൻ പറ്റും. യുക്തിവാദത്തിന്റെ, ലിബറലിസത്തിന്റെ, സ്വതന്ത്ര ചിന്തകരുടെ എന്തിനും ഒരു കടിഞ്ഞാണിന്റെയും ആവശ്യമില്ല. മതത്തിന്റെ കടിഞ്ഞാണി എന്നല്ല, ഒരാളുടെയും കടിഞ്ഞാണിന്റെ ആവശ്യമില്ല. ഒരാളെയും ബഹുമാനിക്കേണ്ടതില്ല, ഒരാളെയും ആദരിക്കേണ്ടതില്ല എന്നീ സമൂഹത്തെ പറഞ്ഞ് പഠിപ്പിച്ചതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ. അതുകൊണ്ട് ചിന്തിക്കാൻ സമയമായിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കുമ്പോൾ നമുക്കും വയസ്സാകും, നമ്മളും പ്രായമുള്ളവരാകും. ഇല്ലെങ്കിൽ നമ്മുടെയും ജീവിതത്തിന്റെ ഘട്ടങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാം ഇന്ന് ചെയ്തു കൂട്ടിയത് നാളെ തിരിച്ച് നമ്മളെ നോക്കി പരിഹസിക്കുകയും അവർ പരിഹസിച്ച് ചിരിക്കുകയും ചെയ്യുമ്പോൾ അത്തരം അനുഭവങ്ങൾ പേറി അതിനേക്കാൾ ഒരു 100 ഇരട്ടി ശക്തിയിൽ അത് തിരിച്ച് നമുക്ക് ലഭിക്കുമ്പോൾ അന്ന് പരിഭവിച്ചത് കൊണ്ടോ, അന്ന് പരിതാപകരമായ അവസ്ഥകൾ നേരിട്ട് നീറുന്ന നെഞ്ചോടുകൂടി ആലോചിച്ചത് കൊണ്ടോ ഒന്നും കാര്യമില്ല. അതുകൊണ്ട് ചിന്തിക്കുക, എന്തിനീ യുക്തിവാദം, എന്തിനീ ലിബറലിസം? ലിബറലിസം മനുഷ്യൻ നശിപ്പിക്കുന്നു. അതുകൊണ്ട് ചിന്തിക്കുക, തിരുത്തുക. ഇനിയെങ്കിലും ഇത്തരം ലിബറലിസ്റ്റ് ചിന്താഗതിയെ ഈ മനുഷ്യ മനസ്സുകളിൽ നിന്ന് അകറ്റി നിർത്തുക. ഈ ലിബറലിസ്റ്റ് ചിന്താഗതിക്കാർ നമ്മുടെ മക്കളെ അറിയാതെ നമ്മുടെ മക്കളെ അവരുടെ കെണിവലകളിൽ പെടുത്തുമ്പോൾ അതിൽ നാം പെടാതിരിക്കുക. കുറെ ഇസ്ലാമിന്റെ നിയമങ്ങൾ പൂർണ്ണമായി ഫോളോ ചെയ്യേണ്ടതില്ല, കുറച്ചൊക്കെ നമ്മുടെ ഇഷ്ടവും കൂടി ആകാം എന്ന് തുടങ്ങുന്ന ഇത്തരം ഈ ജൽപ്പനങ്ങളുടെ ഇത്തരം ഈ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ് അവർ ഒരു മനുഷ്യനിലേക്ക് ഈ ലിബറലിസം സന്നിവേശിപ്പിക്കാൻ വേണ്ടിയുള്ള ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങുന്നത്. അതിൽ നിന്ന് പിന്നീട് അത് പതിയെ കൂടി വന്ന് ലിബറലിസ്റ്റിന്റെ ചിന്താഗതിക്കാർ ഇസ്ലാമിക പണ്ഡിതന്മാരോടുള്ള ജനങ്ങളുടെ ബഹുമാനത്തെ തച്ച് കെടുത്തി അല്ലെങ്കിൽ നശിപ്പിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന്റെയൊക്കെ ലക്ഷ്യം ഇസ്ലാമിനെ തകർക്കുക, അല്ലെങ്കിൽ ഇസ്ലാമിനോട് ജനങ്ങൾക്ക് ഒരു വെറുപ്പ് വരട്ടെ എന്ന് വിചാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരൊറ്റ കാര്യമാണ് അവസാനം ഓർമ്മപ്പെടുത്താനുള്ളത്. അവസാന നാളാകുമ്പോൾ എൻ്റെ ഉമ്മത്തിനെ, എൻ്റെ പരിശുദ്ധ ഇസ്ലാമിനെ അതാ ഒരു പ്ലേറ്റിലേക്ക്, ആ പ്ലേറ്റിന്റെ ചുറ്റും ഇരുന്നു കൊണ്ട് ആളുകൾ ആ പ്ലേറ്റിൽ നിന്ന് കൈയിട്ട് വാരി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൈയിട്ട് വാരുന്നത് പോലെ ഇസ്ലാമിന്റെ നേരെയായിരിക്കും എല്ലാവരും തിരിയുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പുകൾ നമ്മുടെ കൺമുന്നിൽ, നഗ്ന നേത്രങ്ങൾക്ക് മുന്നിൽ പച്ചയായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ തിരുത്താൻ സമയം അതിക്രമിച്ചിട്ടുണ്ട്. ആരും തിരുത്തിയില്ലെങ്കിലും നമ്മളെങ്കിലും തിരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.